ഈ പുതിയ പാറ്റേണിലുള്ള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ മൾട്ടി ഡയമെൻഷനലായി പഠിക്കണം എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു സബ്ജക്റ്റിന് ഹിസ്റ്റോറിക്കൽ, എക്കണോമിക്കൽ, സയന്റിഫിക്, ജോഗ്രഫിക്കൽ പല ഡയമെൻഷൻസും കാണും. അപ്പോൾ അത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നേരിടാൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അത്തരത്തിലുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ ക്ലാസ് ആണ്. ബിക്കോസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയും അതിനോടൊപ്പം കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. 10th +2 ഡിഗ്രി ലെവൽ പി എസ് സി എക്സാംസിന് ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ സിലബസ് നിങ്ങൾ നോക്കാം. സിലബസ് നോക്കുമ്പോൾ പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി പോലെയുള്ള സ്റ്റാറ്റിക് സബ്ജക്റ്റുകളുടെ താഴെയും പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നവർ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ സിലബസിലുള്ള ഇത്തരം മേഖലകൾ പത്രങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഫാക്റ്റുകൾ പഠിച്ചിരിക്കണം. ധാരാളം മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു പത്രങ്ങളിൽ കത്തി നിൽക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കളർ റെവല്യൂഷൻ. വർണ്ണങ്ങളുടെ റെവല്യൂഷൻ അല്ലെ, അല്ലെങ്കിൽ വർണ്ണങ്ങളുടെ വിപ്ലവം എന്ന് പറയും. നമ്മൾ പലതരത്തിലുള്ള റെവല്യൂഷൻസ്, നിങ്ങൾ ഒരുപക്ഷെ ബ്ലൂ റെവല്യൂഷൻ എന്താണ് അല്ലെ, വൈറ്റ് റെവല്യൂഷൻ, പാലിന്റെ പ്രൊഡക്ഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ കൂടിയപ്പോഴാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ബ്ലൂ റെവല്യൂഷൻ എന്താണ് അല്ലെ, ബ്ലൂ എന്ന് പറയുമ്പോൾ സീയുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ഫിഷ് പ്രൊഡക്ഷൻ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടത് നമുക്കറിയാം. ഗ്രീൻ റെവല്യൂഷൻ കൃഷിയുമായി ബന്ധപ്പെട്ടതെന്നറിയാം. പക്ഷെ അതൊക്കെ എക്കണോമിക്സിലെയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ചരിത്രത്തിൽ നിറത്തിന്റെ പേരിൽ അടയാളപ്പെടുത്തിയ പല റെവല്യൂഷൻസും ഉണ്ട്. അപ്പോ ഈ മേഖലയിൽ നമുക്ക് നേരത്തെ വന്നിട്ടുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുണീഷ്യയിലെ റെവല്യൂഷനെ പറ്റിയായിരുന്നു. പല കോമ്പറ്റീറ്റീവ് എക്സാംസിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇനി വരാൻ സാധ്യതയുള്ള പല റെവല്യൂഷൻസ് ന്യൂസ് പേപ്പേഴ്സിലുണ്ട്. നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ കൊടുത്തേക്കാട്ടോ. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ടെലിഗ്രാം കുടുംബാംഗങ്ങളല്ലാത്ത വ്യക്തികൾ ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പേഴ്സ് ആവാം. ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വിഷയം ന്യൂസിൽ കത്തി നിൽക്കുന്നത്? കാര്യം ചൈന നമുക്കറിയാം, ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നൊരു അസോസിയേഷൻ ഉണ്ട്, SSCO. ഈ അസോസിയേഷനിലെ മെമ്പേഴ്സ് ആണ് ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, പാകിസ്ഥാൻ സൗദിയിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ അടുത്ത കാലത്ത് ചൈന മെമ്പറിംഗ് കൺട്രീസിന്റെ അടുത്ത് ഒരു വാർണിംഗ്, ഒരു താക്കീതല്ല, ഒന്ന് സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻകരുതൽ കൊടുത്തിട്ടുണ്ട്. ഈ കളർ റെവല്യൂഷൻസിനെ പേടിക്കണം. വർണ്ണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇത്തരം വിപ്ലവങ്ങൾ നിങ്ങളുടെ രാജ്യത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം എന്നൊക്കെ ചൈന ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് കളർ റെവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്കറിയാം, കോൾഡ് വാർ നമ്മുടെ സിലബസിലൊക്കെ ഉള്ളതാണ്. കോൾഡ് വാർ, ശീത യുദ്ധം. എന്താണ് കോൾഡ് വാർ സമയത്ത് നടന്നത്? ഒരു പക്ഷത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസും മറുപക്ഷത്ത് റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റിക് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും രണ്ട് ചേരികളായി നിന്നുകൊണ്ട് പരസ്പരം നടത്തിയ കിടമത്സരങ്ങളുടെ ചരിത്രമാണ് കോൾഡ് വാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആശയപരമായി രണ്ട് ധ്രുവങ്ങളിലാണ് ഈ രണ്ട് ചേരികൾ എന്ന് പറയുമ്പോൾ. ഈ സാഹചര്യത്തില് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യങ്ങളിൽ പണി കൊടുക്കാനായി അമേരിക്ക ചെയ്തൊരു പണിയുണ്ട്. ആ രാജ്യങ്ങളിനകത്തുള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ രാജ്യത്തിനകത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ആ രാജ്യത്തിലെ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളൊരു അജണ്ട അമേരിക്ക നടപ്പാക്കിയിരുന്നു. അതിന്റെ ഒരു മോഡേൺ വെർഷനാണ് നമ്മൾ ഇപ്പം കാണുന്ന കളർ റെവല്യൂഷൻസ്. ഇത് ആധുനിക യുഗത്തിൽ നമ്മൾ കാണുന്നത് 2000 ഏർലി 2000s യൂറോപ്പിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ അത് മിഡിൽ ഈസ്റ്റിലോട്ടും ഏഷ്യയിലോട്ടും ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ആരാ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉള്ള രാഷ്ട്രങ്ങളിൽ. നമുക്കറിയാം, ചില രാഷ്ട്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഏകാധിപതികളായി വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ അത്തരം രാഷ്ട്രങ്ങളിൽ പാശ്ചാത്യ രാജ്യത്തിന്റെ സഹായത്തോടു കൂടി ബഹുജന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തും. അങ്ങനെ ആ ഡിക്റ്ററ്റോറിയൽ ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ട് ജനാധിപത്യ മൂല്യമുള്ള ഗവൺമെന്റിനെ അവിടെ അവരോധിക്കും. ഇതാണ് കളർ റെവല്യൂഷന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ധാരാളം കളർ റെവല്യൂഷൻ ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയി നടന്നത് ജോർജിയയിലെ റോസ് റെവല്യൂഷൻ ആണ്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഇതിന് ഒരു അതർ സൈഡ് ഓഫ് ദ കോയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എപ്പോഴും പറയുന്നത് ലോകചരിത്രത്തിൽ നായകന്മാരില്ല, ഗാന്ധിജിയും മറ്റോ ആണല്ലോ നായകനായിട്ട്, ബാക്കിയുള്ള എല്ലാവരും വില്ലന്മാരാന്ന് പറയാറുണ്ട്. കാര്യം ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാർ, പിന്നെ ജനങ്ങൾക്ക് തന്നെ പണി കൊടുത്ത ചരിത്രമാണ് ലോക ചരിത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ എന്റെ ബാച്ചസിൽ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത് ഞാനാണ്, ഡിഗ്രിയിലുള്ള ബാച്ചസിൽ ആണെങ്കിലും. അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം, ഇപ്പം ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെ, ഒളിവർ ക്രോംവെലിനെ ജനങ്ങൾ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കുന്നു. അയാൾ പിന്നെ വില്ലനായിട്ട് മാറുന്നു, അയാൾ പിന്നെ ഏകാധിപതിയായിട്ട് മാറുന്നു അല്ലെ. ജർമ്മനിയിൽ സംഭവിച്ചത് എന്താ? ജർമ്മനിയിൽ ഹിറ്റ്ലറെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു.
ജനങ്ങളുടെ ഒരു പരിധിവരെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷെ പിന്നെ ഹിറ്റ്ലർ ജനങ്ങൾക്ക് പണി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചത് എന്താ? ജേക്കോബിയൻസ് അല്ലെ, റോബർട്ട് സ്പിയറി ആദ്യമേ ജനങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, പിന്നെ അധികാരം കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവർ ജനങ്ങളെ തന്നെ കൊന്നൊടുക്കാൻ നോക്കി. ഇപ്പൊ ലോക ചരിത്രത്തിൽ എല്ലായിടത്തും നമ്മൾ കോമൺ ആയി കാണുന്ന ഒരു തീമാണ്, ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിക്കും, ആ ഗവൺമെന്റ് ഇവർക്ക് പണി കൊടുക്കും. അപ്പം ഇതിന്റെ ഒരു മറുപൂർവ്വം അതാണ്. ഇത്തരത്തിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി ജനാധിപത്യ വ്യവസ്ഥയിൽ പുതിയ ഗവൺമെന്റിനെ കൊണ്ടുവരുന്നു. ഈ പുതിയ ഗവൺമെന്റ് പിന്നെ ഏകാധിപതികളായി മാറുന്നു. എന്നാൽ പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? അപ്പൊ അത്തരത്തിൽ വളരെ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഓരോന്നിനെ പറ്റി ഒന്ന് കാണാം. അപ്പൊ ഇത് ഈ ബേസിക് ഫ്രെയിം വർക്ക് മനസ്സിലാക്കണം. മനുഷ്യന്റെ കഥ ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ പറയാവുന്ന റെവല്യൂഷൻസിന് അതൊക്കെ സെയിം സ്റ്റോറിയാണ്, ആൾക്കാരുടെ പേര് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത്രയും ഡീപ്പായിട്ട് പോകണ്ട, എക്സാം പെർസ്പെക്ടീവിൽ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഒന്നാമതായി ഏറ്റവും റീസെന്റ് ആയ ഓറഞ്ച് റെവല്യൂഷൻ ഒന്ന് പരിചയപ്പെടാം. ഓറഞ്ച് റെവല്യൂഷൻ ഉക്രൈനിലാണ് ഇത് ആരംഭിച്ചത്. ഉക്രൈനിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ട് ആരംഭിച്ച ഒരു റെവല്യൂഷനാണ് ഓറഞ്ച് റെവല്യൂഷൻ. 2004 ഏകദേശം ഡിസംബർ മാസത്തോടു കൂടി ശക്തി പ്രാപിച്ചു. 2005 അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണങ്ങളിലൊന്നും ഇതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഓറഞ്ച് റെവല്യൂഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ആണെന്ന് ഓർത്തിരിക്കാം. ഉക്രൈൻ ഇത് എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് ഓർത്തിരിക്കണം കേട്ടോ. ഓറഞ്ച്, ഉക്രൈൻ, OUAEIOU വവൽസ് ഉണ്ടല്ലോ, അങ്ങനെയെങ്കിലും ഓർത്തിരിക്കാം. കാര്യം താഴോട്ട് കുറച്ച് റെവല്യൂഷൻസ് നമുക്ക് പഠിക്കേണ്ടത്, തിരിഞ്ഞു പോകരുത്. AEIOU വവൽസ് മനസ്സിലാലോചിച്ചാൽ മതി. O കഴിഞ്ഞാൽ U തന്നെയാണല്ലോ. ഓറഞ്ച് റെവല്യൂഷൻ യുക്രൈൻ ആണെന്നുള്ളവർ അറിഞ്ഞിരിക്കാം. ഇവിടെ നമുക്കിനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ടുലിപ്പ് റെവല്യൂഷൻ, ടുലിപ്പ് പുഷ്പങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമാണത്. കാശ്മീരിലൊക്കെ നമ്മൾ അതിന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ടുലിപ്പ് റെവല്യൂഷൻ എവിടെയാണ് സംഘടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ട് കിർഗിസ്ഥാനിൽ ആരംഭിച്ച റെവല്യൂഷനാണിത്. ഇവിടെ പ്രസിഡന്റ് അസ്കറിനെ പുറത്താക്കിക്കൊണ്ട് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നുണ്ട്. ഇതിന് മറ്റൊരു പേരാണ് ഫസ്റ്റ് കിർഗിസ് റെവല്യൂഷൻ. ഫസ്റ്റ് കിർഗിസ് റെവല്യൂഷൻ എന്നതിനെ പറയപ്പെടും. അപ്പൊ ഓറഞ്ച് റെവല്യൂഷൻ നമ്മൾ കണ്ടു, ഉക്രൈനിലാണ്. ടുലിപ്പ് റെവല്യൂഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിർഗിസ്ഥാനിലാണ്. ഫസ്റ്റ് കിർഗിസ് റെവല്യൂഷൻ ഇതിന് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് പണ്ട് മത്സര പരീക്ഷകൾ സ്ഥിരം വന്നുകൊണ്ടിരുന്ന റെവല്യൂഷൻ ഇതാണ്, ജാസ്മിൻ റെവല്യൂഷൻ. ജാസ്മിൻ റെവല്യൂഷൻ. ജാസ്മിൻ ഒരു പൂവിന്റെ പേരല്ലേ, കളറിന്റെ പേരല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത്. പക്ഷെ ജാസ്മിന്റെ നിറമുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് ആൾക്കാർ പലപ്പോഴും പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിട്ടുള്ളത്. ഈ റെവല്യൂഷൻസിന് ആ പേര് കിട്ടാനുള്ള കാരണം അതാണ്. ആ ഒരു പർട്ടിക്കുലർ നിറം ഉള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. അപ്പം അതുകൊണ്ടാണ് ഇത് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ജാസ്മിൻ റെവല്യൂഷൻ ഇത് ഏത് രാജ്യത്താണ്? ടുണീഷ്യ. 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 ലോക ചരിത്രത്തിലെ ഏറ്റവും എന്താ പറയുക ഇൻഫ്ലുവൻഷ്യൽ ആയ എപ്പിസോഡ്സിൽ ഒന്നായിരുന്നു അറബ് സ്പ്രിംഗ്. അറബ് സ്പ്രിംഗ്. അറബ് നാടുകളിൽ ഒരു സ്പ്രിംഗ്, അവിടുത്തെ സീസൺ ആണല്ലേ, സ്പ്രിംഗ് എന്ന് പറഞ്ഞ സീസൺ ആണ്. ആ സമയത്ത് ജനങ്ങൾ അവിടുത്തെ ഏകാധിപതികളായ ഗവൺമെന്റിനെതിരായിട്ട് നടത്തിയ ഒരു സീരീസ് ഓഫ് സമരമാണ് അറബ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇതിന് തുടക്കമിട്ടത് ടുണീഷ്യയാണ്. ഇതിന്റെ പേരാണ് ജാസ്മിൻ റെവല്യൂഷൻ. ഇതിന്റെ ഒരു ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെവല്യൂഷനകത്ത് ടുണീഷ്യയ്ക്ക് മാത്രമാണ് കാര്യമായ വിജയം നേടാൻ സാധിച്ചത്. ബാക്കി പല രാജ്യങ്ങളും, മൊറോക്കോ, സിറിയ, ലിബിയ, ഈജിപ്ത്, ബഹ്റൈൻ, ഇവിടെ ഒന്നും ഇതിന് കാര്യമായി വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ടുണീഷ്യയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് സൈനുൽ അബ്ദീൻ അല്ലെ, സൈനുൽ അബ്ദീൻ എന്ന് പറയുന്ന ഏകാധിപതിയെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻസ്റ്റേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു. പക്ഷെ മറ്റു രാജ്യങ്ങൾ ഇതിനെ അനുകരിക്കാൻ ശ്രമിച്ചെങ്കിലും അടിച്ചമർത്തപ്പെടുകയായിരുന്നു. ഒരു ട്രാജഡി ഉള്ള ഒരു അവസാനമാണ് നേരിട്ടത്. പക്ഷെ നമുക്ക് പല പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളതാണ്. വളരെ റീസെന്റ് ആയി നടന്ന ഇവന്റ് ആണ്, അത് ഓർത്തിരിക്കുക. ജാസ്മിൻ റെവല്യൂഷൻ എവിടെയാണ്? ടുണീഷ്യയാണ്. അപ്പൊ അത് മറ്റ് രാജ്യങ്ങളിലേക്ക്, അറബ് കൺട്രീസിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതായി ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് അവസാനമായി നോക്കാനുള്ളതും ഇപ്പോൾ പത്രങ്ങൾ കത്തി നിൽക്കുന്നതുമായിട്ടുള്ള റെവല്യൂഷനാണ് ജോർജിയയിലെ റോസ് റെവല്യൂഷൻ. ജോർജിയയിലെ റോസ് റെവല്യൂഷൻ 2003 നടന്നതാണ്. ഇതിൽ ഒരു ഏകാധിപതിയായ ഗവൺമെന്റിനെ താഴെ ഇറക്കിക്കൊണ്ട് മിഖയേൽ സെക്കാഷെവിൽ, എന്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കും. MS എന്നോ മിഖായേൽ ശശിധരൻ എന്നോ എങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചാൽ നമുക്ക് ഓപ്ഷൻസിന് സംബന്ധം ചൂസ് ചെയ്താൽ മതിയല്ലോ. ഓർത്തിരിക്കുക. ഇതിനകത്ത് ഈ വ്യക്തി മിഖായേൽ, സിനിമ ഓർത്താലും മതി, നിവിൻ പോളിയുടെ മിഖായേൽ ഫിലിം ഓർത്താലും മതി. ഈ വ്യക്തിയെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ എലക്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇയാളും പക്ക ഒരു അതോറിറ്റേറിയൻ, ഡിക്റ്ററ്റോറിയൽ, ഓട്ടോക്രാറ്റിക്, ടോട്ടലിറ്റേറിയൻ ഗവൺമെന്റ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകചരിത്രത്തിൽ നായകന്മാർ കുറവാണ്, വില്ലന്മാരുടെ എണ്ണമാണ് കൂടുതൽ. ഇയാൾ നായകനായി വന്നൊരു വ്യക്തി ഇപ്പൊ വില്ലനാണ്. അപ്പൊ ഇത് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കി ബഹുജന പ്രക്ഷോഭം നടത്തുന്നത് എന്തിനാണ്? മറ്റൊരു ഡിക്റ്റേറ്ററിന് അധികാരം കൈപ്പിടിച്ചു കൊടുക്കാനാണോ? അപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു തന്ത്രം അതാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പലതും ചെയ്യും.
പക്ഷെ അതിനുശേഷം ആ രാജ്യത്തിന് അവർ ഉപേക്ഷിക്കും, ഒരു കാര്യമില്ലാതെ ഉപേക്ഷിക്കും. ഇവിടെ ബ്രിട്ടീഷ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള BH ലിൻഡൻ ഹോൾ ഹാർട്ടിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫൈറ്റിംഗ് ഫ്രം അതർ സൈഡ് ഓഫ് ദ ഹിൽ. അതായത് ഒരു കൺവെൻഷണൽ വാർഫെയറിൽ അങ്ങനെ രണ്ട് പട്ടാളങ്ങളും കൂട്ടിമുട്ടും അല്ലെ, കൂട്ടിമുട്ടും. പക്ഷെ ഒരു 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 ഹിൽ അല്ലെങ്കിൽ ഒരു മറവിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആരും ചിന്തിക്കാത്തൊരു ആംഗിളിൽ കൂടെ അൺകൺവെൻഷണൽ ആയിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എതിരാളിയെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും. പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്യുന്ന അതാണ്. കോൾഡ് വാർ അവസാനിച്ചു എന്ന് പറയുന്നെങ്കിലും ഈ കളർ റെവല്യൂഷന്റെ ഫോർമാറ്റിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് കോൾഡ് വാർ 2.0 റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. പക്ഷെ പ്രശ്നം, ഈ രാജ്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആവുകയാണ്. ഓക്കെ, ഒരു ഡിക്റ്ററ്റോറിയൽ ഗവൺമെന്റിനെ മാറ്റി നിങ്ങൾ പുതിയ നല്ലൊരു ഗവൺമെന്റിനെ ഇൻസ്റ്റാൾ ചെയ്യുക, അത് ചെയ്യുന്നില്ല. ഫണ്ടിങ് ഒക്കെ ഇറക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കും. പിന്നെ വരുന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിഷയമില്ല, അവരവിടെ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ഒരു മൈൻഡ് ചെയ്തില്ല. ഇതാണ് വെസ്റ്റേൺ കൺട്രീസിന്റെ അല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, സോ കോൾഡ് ഗ്ലോബൽ നോർത്തിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് ലോകചരിത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഹോംവർക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പറ്റിയ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അതിനോടൊപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാതെ പോയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റെന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം. കാര്യം ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ഏരിയാസ് എന്ന് പറയുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് വേണമെങ്കിലും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.